അല്ലേ ലേഖി അമ്പുകലം പിന്നെ വണ്ടിയാക്കിയിട്ട് പോയി നമ്മ അല്ലേ നടക്കാൻ വിചാരിച്ചു കുറച്ച് ഹെൽത്തി ആവട്ടെ വിചാരിച്ചു കാഴ്ചയും ഹെൽത്തിയും അല്ലേ അതെ ആരോഗ്യവും കോബ്ര ആടെ അതാ ആ സൈഡിലല്ലേ ഇതുണ്ടാ ഇതൊന്നും പിന്നെ കാണിച്ചല്ല പക്ഷെ നമ്മളെപ്പോഴും മറ്റേ ബാബ സുരേഷിന്റെ ഒക്കെ പിന്നെ എന്താ പറയുക വീഡിയോ കാണുന്നല്ലേ ഇതിനെ നോക്കുന്നത് കിങ് കോബ്രയെ നോക്കുന്നത് ഇയാളാണ് പുള്ളി അതിന്റെ അടിയിലുണ്ടോന്ന് അതിന്റെ അടി ആ മാളത്തിനുള്ളിലുണ്ട് ഇങ്ങനെ വരുമല്ലേ കിലോ ആവുക എന്താ നോക്കാം പിന്നെ അതിൻ്റെ നോಡ್ರಿ ಯಾವ ತಿನ್ನೋದ നോಡ್ರಿ ഇങ്ങനെ വരുന്ന മനസ്സിലാകുന്നുണ്ട് വരുന്നല്ലേ ഇതൊന്നും ജല വരുമ്പോ എന്തായാലും പുതിയ അയവണങ്ങളേരിന്റെ അത് ചപ്പ് തട്ടി മനസ്സിലാവില്ലേ ചവിട്ടിയെ പോയിട്ടുണ്ട് മുന്നെത്തിയല്ലേ തല നമ്പറല്ലേ മനസ്സിലാവുന്നില്ല ഇതിന്റെ പേര് രണ്ടാള് മുഖത്തോട് മുഖം നോക്കിയത് ഓ പച്ചയിലല്ലേ കോട്ടന് കൊടുത്ത് പച്ച അല്ലേ ഇങ്ങോട്ട് പഠിക്കാം ഇതെല്ലാം വീട്ടിൽ തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ എന്താ പറയുക പാമ്പുകളെയും പക്ഷികളെയും പിന്നെ
ഒരു ഫോട്ടോ എന്താ വലിയൊരു ഒച്ചയൊക്കെ ഉണ്ട് എനക്കൊന്ന്. പിന്നെ അത് സിംഹത്തിൻ്റെ ഒച്ചയല്ലേ അത്? സിംഹം ഒച്ചെടുക്കുന്ന ഏത് കേൾക്കുന്നു. ഏതായാലും നമ്മൾ 5:45 ചെയ്യുമ്പോഴായി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നെ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. വലിയ ആനയമുണ്ട്. പിന്നെ ഹായ് കുഞ്ഞെല്ലാം ബാസ് വെച്ച് കയറുന്നുണ്ട്. നമ്മളിപ്പോൾ എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനെ കണ്ട് നല്ല ഹാപ്പി ആയിട്ട് ഒരു ഹാപ്പി മൂഡിലാണ് നമ്മളെല്ലാം പോയിട്ട് വരും. പിന്നെ നടന്നിട്ട് ക്ഷീണമായി, അത് വേറെ കാര്യം. എന്നാലും ഇനി വീട്ടിൽ പോയിട്ട് നല്ലൊരു കഞ്ഞിയും ചമ്മന്തിയും തോരനൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഒരു സിമ്പിളായിട്ടൊരു ഭക്ഷണം വെക്കണം നേരായിട്ടു. പിന്നെ എന്തായാലും ജീവിതത്തിൽ നടക്കാണ്ടിപ്പോൾ ഇങ്ങനെയുള്ള ഒരു നടത്തമൊക്കെ എന്താ പറയുക ആരോഗ്യത്തിന് നല്ലതിനാണല്ലേ. അമ്പു ലേഖയും പിന്നെ പിള്ളേർ അമ്പു ലേഖ പിള്ളേരെല്ലാം അവിടെ കണ്ടെത്തുന്നുണ്ട്. സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ വീടും കൂടെ പോകണമെന്നുണ്ടായിരുന്നു ലാൽബാഗിൽ. പക്ഷേ ലാൽബാഗിൽ പോകാൻ നേരെ വീട്ടിലേക്ക് പോകണം. പിന്നെ ലാൽബാഗിൽ പോകാനൊന്നും സമയമില്ല. പിന്നെ എന്തായാലും അറിയില്ല എങ്ങോട്ട് എൻട്രൻസ് അങ്ങോട്ടല്ലേ കാണിക്കുന്നത്. ഇപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും പിന്നെ എക്സിറ്റ് കാണിക്കുന്നുണ്ടോ? ഇതന്നെ ആയിരിക്കും എക്സിറ്റ്. എക്സിറ്റ് നമ്മള് വഴിതെറ്റി. ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മളെനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകുന്നു വീണ്ടും. പിന്നെ നല്ല അടിപൊളി യാത്രയാണ് അല്ലമ്മേ? സന്തോഷമായിട്ടേ അമ്മേനെ പറയുന്നുണ്ട് എന്താ ലേഖ അധികം നടന്നുണ്ട് അറിയാലോ. ലേഖൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ അവർക്ക് അധികം നടന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. പിന്നെ വളരൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ വരണമെന്നും കാണണമെന്നൊക്കെ. പിന്നെ അതുകൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹത്തിന് ഒപ്പം നിന്നു എന്ന് പറയാം. വന്ന വഴി തെറ്റിപ്പോയി. ആദ്യം അങ്ങോട്ട് പോകുന്നു, പിന്നെ ഇങ്ങോട്ടന്നെ വന്നു. അടിച്ചു ചോദിച്ചോ കേട്ടോ അവരോട്. അതെയാ ഓനങ്ങനെ പറയല്ല ചോദിക്കല. പിന്നെ അല്ല പോയി സംസാരിച്ചു. ഈ പക്ഷികളൊന്നും കൂടുതൽ ഇങ്ങനെ ഭയങ്കര ഒച്ചലൊക്കെ അറിയുന്നത് കണ്ടോ. അവിടെ ഉണ്ട് ഒരു വൈറ്റ് കളർ. നമ്മൾ ആദ്യം കണ്ടു തന്നെയാണ്. ഇവിടുന്ന് പിന്നെ പാമ്പിനെ കണ്ടിട്ട് വരാമെന്ന് തിരിച്ചു വരാന്ന്. ഇവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ട് കണ്ടോ. കാട്ടുകോഴി എന്നാ പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ കോഴീനെ പോലെ തന്നെ ഉണ്ട് വെള്ളം കാണുന്നുണ്ടോ. ഓഹോ നമ്മൾ പൂർവികന്മാർ ഇവിടെ ഉണ്ട്. ഇവരെ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. സിംഹവാലം കുരങ്ങുകളാണ് അതിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് സിംഹത്താടിയാണ്. ഭാര്യ കാണുന്നില്ല, അതുകൊണ്ട് സിംഹത്താടി എന്ന് പറയും. ഇതിനൊക്കെ ഒരാൾ നോക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. സിംഹവാലൻ തന്നെ. വെള്ളമയിൽ വെള്ളമയിൽ വെള്ളമയിൽ
പിന്നെ ഇന്നത്തെ അമ്മയിൽ നമ്മുടെ വീട്ടിലേക്ക് ദിവസം ഒരു 10-20 എണ്ണം വരും. അവിടെ ഇതിന് വലിയ പ്രത്യേകത ഇല്ല. അവിടെ ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ സാധനമുണ്ട്. നമ്മൾ തിരക്കായി പോയി പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ അനിമൽ കീപ്പർ നോക്കി ഇവർ പിന്നെ മൈ ഗോഡ് അത് ഭയങ്കര ഒച്ചപ്പാടല്ലേ. ആള് ചെറിയ ആൾക്കാരൊന്നും ഭയങ്കര ഒച്ചപ്പാടാ. ഇങ്ങോട്ട് നോയുണ്ട്. ഇവിടെ എന്തൊക്കെയോ വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ. ക്ഷീണിച്ചു പോയി. ഇല്ലേ ഈ കരയെന്ന് വെച്ചിട്ട് തത്തകൾ കരയുന്നു. ഓ അതിഭീകരമായ കരച്ചിലാണല്ലോ. ഇതാ ആരാന്ന് ക്ഷീണിച്ചു.